പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ സന്ദർശനത്തിനിടയിലുണ്ടായ ഈ വിഷയം ഇപ്പോൾ വാർത്തകളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം ചോദ്യങ്ങൾ എടുക്കാതെ പ്രധാനമന്ത്രി മോദിയും നോർവേ പ്രധാനമന്ത്രി യോനാസ് ഗാർ സ്റ്റോറും വേദി വിട്ടപ്പോൾ ഹെല്ലി ലിങ് സ്വെൻസൻ എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തക ഡാക്സാവിസൻ പത്രത്തിന്റെ റിപ്പോർട്ടർ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ചോദിച്ചു, പ്രധാനമന്ത്രി മോദി, ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മാധ്യമങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി നൽകാത്തത്? എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോട്ടോക്കോൾ അനുസരിച്ച് ചോദ്യോത്തരങ്ങളില്ലാതിരുന്നതിനാൽ പ്രധാനമന്ത്രി ഇതിനു മറുപടി നൽകിയില്ല. തുടർന്ന് അന്നു രാത്രി വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഇതേ മാധ്യമപ്രവർത്തക വീണ്ടും ചോദ്യവുമായി എത്തി. ഈ ചോദ്യത്തിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി വെസ്റ്റ് സിബി ജോർജ് നൽകിയ മറുപടി ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ ശക്തമായ മറുപടിയുടെ വിവർണനം നൽകുന്നു. നോർവീജിയൻ മാധ്യമപ്രവർത്തകയുടെ ചോദ്യം: നമ്മൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെ അഥവാ ഇന്ത്യയെ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയുമോ? ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജിന്റെ മറുപടി പൂർണ്ണരൂപം നോക്കൂ. ഇന്ത്യ ഒരു നാഗരിക രാജ്യമാണ്, സിവിലൈസേഷണൽ കൺട്രി. ലോകത്തിന് സവിശേഷമായ പലതും സംഭാവന ചെയ്ത ഒരു രാജ്യം. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചെസ്സിന്റെ ഉത്ഭവം, പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം, യോഗ, അങ്ങനെ എന്തെല്ലാം. ഇന്ത്യയെ ലോകം വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യ അടുത്തിടെ വിജയകരമായി സംഘടിപ്പിച്ച G20 ഉച്ചകോടി, വോയ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി, AI ഇംപാക്ട് ഉച്ചകോടി എന്നിവ മാത്രം നോക്കിയാൽ മതി. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലേക്ക് വാക്സിനുകൾ എത്തിച്ചു നൽകിയ രാജ്യമാണ് ഇന്ത്യ. ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ നൽകുന്ന മികച്ച സംഭാവനകൾ കാരണമാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ലോകജനസംഖ്യയുടെ 1/6, 1/6 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. എന്നാൽ ലോകത്തിലെ പ്രശ്നങ്ങളുടെ 1/6 ഞങ്ങൾക്കില്ല. ആളുകൾക്ക് ഇന്ത്യയുടെ വ്യാപ്തിയെയും സ്കെയിലിനെയും കുറിച്ച് യാതൊരു ധാരണയുമില്ല. എവിടെയെങ്കിലും ഇരിക്കുന്ന, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട, വിവരമില്ലാത്ത ചില NGOകൾ, ഗോഡ് ഫോർസേക്കൺ ഇഗ്നറന്റ് NGOs പ്രസിദ്ധീകരിക്കുന്ന 1-2 റിപ്പോർട്ടുകൾ വായിച്ചിട്ട് ചിലർ വന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ശക്തമായൊരു ഭരണഘടന ഇന്ത്യയ്ക്കുണ്ട്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യയെന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായി ഉറപ്പു നൽകുന്നുണ്ട്. ചിന്തയ്ക്കും പ്രകടനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും തുല്യതയും അത് ഉറപ്പാക്കുന്നു. ആരുടെയെങ്കിലും അവകാശങ്ങൾ ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഗോ ടു കോർട്ട്. ഞങ്ങളൊരു ജനാധിപത്യ രാജ്യമായതിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾ 1947 പെട്ടെന്നൊരു ദിവസം ജനാധിപത്യമായി മാറിയതല്ല. നൂറ്റാണ്ടുകളായും സഹസ്രാബ്ദങ്ങളായും ഞങ്ങളൊരു ജനാധിപത്യ സമൂഹമാണ്. ചരിത്രത്തിൽ ലോകത്തെവിടെയൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരെയെല്ലാം ഇന്ത്യ സ്വീകരിക്കുകയും ഇന്ത്യൻ സമൂഹം അവരെയെല്ലാം നെഞ്ചോട് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരെയും ഇല്ലാതാക്കിയിട്ടില്ല. ഞങ്ങളിവിടെ ഒരു വംശീയ ശുദ്ധീകരണവും എത്നിക് ക്ലെൻസിങ്ങും നടത്തിയിട്ടില്ല. ഇന്ന് ഒരൊറ്റ മതമോ ഒരൊറ്റ വംശമോ മാത്രമുള്ള മറ്റു രാജ്യങ്ങളെപ്പോലെയല്ല ഇന്ത്യ. ഇന്ത്യയുടെ വൈവിധ്യം തന്നെയാണ് ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രാദേശിക ഭാഷകളിലുമായി 200-ലധികം വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ആരും ചോദ്യം ചെയ്യേണ്ടതില്ല. മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായ തടസ്സപ്പെടുത്തലുകൾക്കിടയിലും വളരെ ഗൗരവത്തിലും ദൃഢതയിലുമാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ വിമർശിക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ NGOകൾക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയുമുള്ള ശക്തമായ ഒരു താക്കീതായിരുന്നു ഈ മറുപടി. ഇതുപോലുള്ള ഇന്റർനാഷണൽ വാർത്തകളും